തിരുവനന്തപുരത്ത് ഭൂമി തരം മാറ്റത്തിന് കൈക്കൂലി വാങ്ങിയ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ. 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് മുട്ടത്തറ വില്ലേജ് അസിസ്റ്റന്റ് അസറുദ്ദീൻ പിടിയിലായത്. വള്ളക്കടവ് സ്വദേശിയിൽ നിന്നാണ് വീട് വെക്കാൻ 3 സെന്റ് ഭൂമി തരം മാറ്റി നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ടത്. മുട്ടത്തറ വില്ലേജ് ഓഫീസിൽ വെച്ച് പണം വാങ്ങവേ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു. ആഷിൻ ഡിയേഗോ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അസറുദ്ദീനെ, വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് കൈയോടെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷിനിലേക്ക് പോയാൽ, അഷിൻ, സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ല ശമ്പളം സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ടും ആർത്തി തീരാതെ ഇതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥർ ദിനംപ്രതി പിടിയിലാകുന്നുണ്ട്. ഇത്തരത്തിൽ വാർത്തകളൊക്കെയും വന്നിട്ടും ഇവരൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായിരിക്കുകയാണ്. മുട്ടത്തറ വില്ലേജ് ഓഫീസിലാണ് സംഭവം നടന്നിട്ടുള്ളത്. വിജിലൻസ് ഡിവൈഎസ്പി നമുക്ക് പോകുന്നുണ്ട്. സാർ, എന്തായിരുന്നു ഇതെങ്ങനെയാണ് പരാതി കിട്ടിയത്? ഇയാൾ നേരത്തെ മുതൽ തന്നെ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരാളാണെന്ന് അറിവുണ്ടായിരുന്നു? ഇത് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഒബ്സർവേഷനുള്ള ഓഫീസറാണ്. പിന്നെ കൂടാതെ ഇതിപ്പം പെട്ടെന്ന് വന്ന ഒരു പരാതിയാണ്. അതായത് ഇതിൽ പരാതിക്കാരൻ ഇദ്ദേഹം ഒരു 3 ആഴ്ചയായി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു 3 സെൻറ്റ് ഭൂമി തരം മാറ്റുന്നതിനായി അപേക്ഷ കൊടുത്തിരുന്നു. അത് ഇന്നലെ ഈ വില്ലേജ് അസിസ്റ്റൻറ്റും പോയി ആ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞത് കാലതാമസം ഉണ്ടാകുന്ന സംഭവമാണ്. പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നടത്താം എന്നുള്ള രീതിയിൽ ഒരു ഓഫർ വെക്കുകയും ഈ പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയും നമ്മളതനുസരിച്ച് പ്രാപിക്കുകയാണ് ഉണ്ടായത്. 5000 രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. പരാതിക്കാരൻ നേരിട്ട് വന്ന് പരാതിക്കാരൻ നേരിട്ട് വന്ന് പരാതി എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പദ്ധതി തന്നെ ഇതിനു വേണ്ടി സീറോ കറപ്ഷന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രോജക്ട് സീറോ. അതിൻ്റെ ഭാഗമായിരുന്നു ഈ പരിശോധന. പ്രോജക്റ്റ് സീറോയുടെ ഭാഗമാണ്. അതിലുപരി ഇതെന്ന് പറഞ്ഞാൽ പരാതിക്കാരൻ സ്വമേധയാ നേരിട്ട് വന്നതെന്നാണ്. നമ്മൾ പിന്നെ ഇത് നിരീക്ഷണത്തിലുള്ള ഒരു സംശയത്തിൻ്റെ നിലയിലുള്ള ഉദ്യോഗസ്ഥനാണ്. ആ രീതിയിൽ എന്തായാലും പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു പദ്ധതി ഹോം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടയിൽ തന്നെ ഇങ്ങനൊന്ന് കിട്ടിയത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അഭിമാനിക്കാവുന്ന, പ്രത്യേകിച്ച് SRD തിരുവനന്തപുരത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഇതാണ്. നേരത്തെ ഒബ്സർവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞത്, അന്ന് പരാതിക്കാരൊന്നുണ്ടായിരുന്നു? അല്ല, അത് നമ്മൾ ഇൻറ്റേർണൽ ഡീറ്റെയിൽസാണ്. അതിനകത്ത് പരാതിയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഏത് രീതിയിൽ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഇദ്ദേഹത്തെ നമ്മൾ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് പോകും. അത് വഴിയറിയിക്കാം. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധന നടക്കുന്നതും ഇയാളെ പിടികൂടിയിട്ടുള്ളതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 5000 രൂപയാണ് ഈ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നെടുമങ്ങാട് സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെടുമങ്ങാട് സ്വദേശിയും മുട്ടത്തറ വില്ലേജ് അസിസ്റ്റന്റുമായ നസറുദ്ദീനെയാണ് വിജിലൻസ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. വീട് വയ്ക്കാൻ 3 സെന്റ് ഭൂമി തരം മാറ്റി നൽകണം എന്നുള്ളതായിരുന്നു ഈ പരാതിക്കാരൻ്റെ ആവശ്യം. പക്ഷേ അതിന് കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ എത്തി പരിശോധന നടത്തുകയും പിന്നീട് 5000 രൂപ ചിലവ് വരുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ പൈസ നൽകണം എന്നുള്ളതായിരുന്നു പരാതി ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്നാണ് ഈ പരാതിക്കാരൻ വിജിലൻസിനെ ബന്ധപ്പെടുന്നതും തുടർന്ന് വിജിലൻസ് കെണിയൊരുക്കി ഇപ്പോൾ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നാളെ തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ഇയാളെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.